നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിഷമിക്കൊന്നും വേണ്ട. കല്യാണം മുടക്കാൻ പറ്റിയല്ലോ, അവനെ അകത്താക്കാനും പറ്റി. ഇനി കേസ് നടത്തി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഒന്ന് നീ ഉറപ്പിച്ചോ, ഇനി അങ്ങോട്ട് സ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളായിരിക്കും ശരത്തിന്. അവന്റെ നല്ല സമയമൊക്കെ കഴിഞ്ഞു. ഇതൊന്നും എനിക്കൊരു മാറ്ററേ അല്ല. നമസ്കാരം സാറേ. എങ്ങനെ ഉണ്ടായിരുന്നു കോടതിയിൽ എന്റെ പെർഫോമൻസ്? ഇവിടുന്ന് പോകുമ്പോഴേ സാർ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയില്ലേ? പിന്നെ പോവാതെ ശരത്തിന് ജാമ്യം കിട്ടില്ലെന്നായിരുന്നല്ലോ സിദ്ധുവിന്റെ വിശ്വാസം. വിഷ്ണു അത് പൊളിച്ചില്ലേ? അതിന്റെ ജാള്യതയില സിദ്ധുവേട്ടൻ. സിദ്ധുവേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. എന്ത് ചെയ്യാം, സിദ്ധുവേട്ടനെക്കാളും കൊള്ളാവുന്ന വക്കീലന്മാര് വേറെ ഉണ്ട് സിദ്ധുവേട്ട. അല്ല, ആ പറഞ്ഞതിൽ പെടും ഈ ഉള്ളവനൊക്കെ. ഞാൻ മിടുക്കനാണെന്ന് സ്വയം പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? ദുഷ്ടനാ ഇവൻ. എന്റെ മകന്റെ ഹൃദയം വെച്ച ഇവൻ ജീവിക്കുന്നത്. എന്നിട്ടും എന്റെ കുടുംബം തന്നെ നശിച്ച് കാണുന്ന ഇവന്. ദയവ് ചെയ്ത് അമ്മ അങ്ങനൊന്നും പറയരുത്. അമ്മേ, ഒരു കൊടും ക്രിമിനലാണ് ഈ ശരത്ത്. ഞാൻ അമ്മയുടെ കുടുംബം നശിച്ചു കാണാനല്ല, നിലനിന്ന് കാണാനാ ഓരോന്നും ചെയ്യുന്നത്. അമ്മേ, സുധേട്ടന്റെ സ്ഥാനമല്ലേ എനിക്ക്. നിങ്ങളെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യോ? വേണ്ട, നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. നീയും അവളും കൂടി ചെയ്തു കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കള്ള കേസ് കൊടുത്ത് എന്റെ മകളുടെ കല്യാണം മുടക്കിയവനല്ലേ നീ? അതാണോ നീ ചെയ്ത സഹായം? മുറക്കില്ല ഒരിക്കലും. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ എണ്ണി എണ്ണി ഞാൻ പകരം ചോദിച്ചിരിക്കും. നീ കുറിച്ചിട്ടോ? അമ്മ ആ കുറ്റപത്രം ഒന്ന് വായിച്ചു നോക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവൻ ചെയ്തു കൂട്ടിയ സകല ക്രിമിനൽ ആക്ടിവിറ്റികളും അതിൽ വിശദമായിട്ട് പറയുന്നുണ്ടമ്മേ. അതൊന്നും കോടതിക്ക് ബോധ്യപ്പെട്ടില്ലല്ലോ. അതല്ലേ അയാൾക്ക് ജാമ്യം കിട്ടിയത്. ബോധ്യപ്പെടും. വിചാരണ വരട്ടെ. സാർ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാം. ഇവരാരും കേൾക്കരുത്. ഒന്ന് വരാം. അയ്യോ, ഞാൻ സാറിന് ഉപദ്രവിക്കാനൊന്നുമല്ല. പറയാനുള്ള പറഞ്ഞിട്ട് അപ്പൊ തന്നെ വിട്ടേക്കാം. ഒന്ന് വരാം. ആ കാരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുക വേണ്ടത്. മറ്റൊരുത്തിന്റെ ഹൃദയം കൊണ്ട് നടക്കുന്ന നീ അത് താങ്ങില്ല എന്നറിയാവുന്നോണ്ടാ വെറുതെ വിടുന്നത്. അത് നീ നോക്കണ്ട. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങ് ചെയ്യും. എനിക്ക് താങ്ങാൻ പറ്റൂല്ലെന്നൊക്കെ അപ്പോ അറിയാലോ. കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ശരിയാ. ശരവണം പറഞ്ഞതും ദേവിക പറഞ്ഞതും ഒക്കെ ശരിയാ. എന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിടുക്കനാണെങ്കിലേ നീ അത് കോടതി തെളിച്ച് കാണിക്കും. അതിന് തന്നെയാ പോകുന്നത്. ജാമ്യം കിട്ടിയെന്ന് കരുതി എല്ലാം ആയിന്ന് വിചാരിക്കണ്ട. കേസിന്റെ വിചാരണ വരട്ടെ. ആ സമയത്ത് നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. എന്നെ ശിക്ഷിച്ചാല് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് 1,00,000 രൂപ തരും. നീ കണ്ടല്ലോ വിഷ്ണുവിന്റെ പെർഫോമൻസ്.
അതുപോലുള്ള പ്രഗത്ഭന്മാരായ വക്കീലായിരിക്കും എനിക്ക് വേണ്ടി പിന്നെ കേസ് വാദിക്കുന്നത്. നിന്നെ കോടതിയുടെ മുന്നിലിട്ട് നാണം കെടുത്തുന്നു. നിന്നെപ്പോലെ ഒരുത്തിനെ ശിക്ഷിക്കാൻ കുറച്ച് നാണം കെട്ടാലും വേണ്ടില്ല എന്നൊരഭിപ്രായക്കാരനാടാ ഞാൻ. നിന്നെ സെൻട്രൽ ജയിലിൽ എത്തിക്കാതെ ഞാൻ വിശ്രമിക്കുമെന്ന് നീ വിചാരിക്കണ്ട. എങ്കിലേ വിശ്രമമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കും. കൂടുതൽ വിളച്ചിലെടുത്താലേ നീ ഭൂമി വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എടാ, ഒരിക്കലേ മരണം വന്ന് തൊട്ടതാ എന്നെ. അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് സുധിയേട്ടന്റെ ഹൃദയം കിട്ടിയതുകൊണ്ട് മാത്രമാ.